ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് ALP സ്കൂൾ ശതോത്തര രജത ജൂബിലി ആഘോഷം 25-ന് നടക്കും. പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ ജൂബിലിയുടെ ഭാഗമായി നടപ്പാക്കുമെന്ന് പ്രധാനാധ്യാപകൻ A. ദിനേശ്, PTA പ്രസിഡന്റ് K. ദേവരാജൻ, സ്റ്റാഫ് സെക്രട്ടറി M. സുമ, SWC ചെയർമാൻ CC ജയശങ്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരുമാങ്ങോട് ALP സ്കൂളിൻ്റെ 125ാമത് വാർഷികം ജനുവരി 25-ന് ഞായറാഴ്ച വിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മുടെ ശ്രീകൃഷ്ണപുരത്തിൽ തന്നെ നിറസാന്നിധ്യമായിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചു പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ നമ്മുടെ നാട്ടുകാരുടെയും PTA-യുടെയും SWC സ്കൂൾ വെൽഫെയർ കമ്മിറ്റിയുടെയും സഹകരണത്തോടു കൂടി ഇന്നും നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ ഒരു നക്ഷത്രത്തിളക്കായിട്ട് നമ്മുടെ വിദ്യാലയം നിറകൊള്ളുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 125ാമത് വാർഷികം അതിൻ്റെ വിപുലമായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന വൈദ്യുതി മന്ത്രി നമ്മുടെ മാനേജർ പുതുതായി നിർമ്മിച്ചു നൽകിയിട്ടുള്ള 5 ക്ലാസ് മുറികളുടെ പ്രവർത്തനോദ്ഘാടനം ഈ ദിവസം നിർവഹിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവറുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ മറ്റു ഈ ഒരു അധ്യയന വർഷം നീണ്ടു നിൽക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ സാന്നിധ്യം കൊണ്ടും അതുപോലെ വിജയം കൊണ്ടും മുന്നേറിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് അവർക്ക് നൽകുന്ന സമ്മാനദാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ദിവസം നമ്മൾ നൽകി എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീകൃഷ്ണപുരം ഗ്രാമത്തെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂടെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയതിന്റെ ചാരിതാർത്ഥ്യമാണ് പെരുമാങ്ങോട് ALP സ്കൂളിനുള്ളത്. 1901 പരേതനായ നെടിയടത്ത് മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 315 കുട്ടികൾ ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ അധ്യയനം നടത്തുന്നുണ്ട്. പഠന പ്രവർത്തനങ്ങളിലും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലും ഉന്നത നിലവാരം പുലർത്താൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 1901 ആരംഭിച്ചത് എന്ന് തന്നെ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ വിദ്യാലയം അതിനും ഒരുപാട് മുൻപ് കുടിപ്പള്ളിക്കൂടമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഈ വിദ്യാലയത്തിന്റെ ഒരു പെരുമ പറഞ്ഞാൽ അന്ന് തന്നെ ഒരു നമ്പൂതിരി കുടുംബങ്ങളാണ് ഇത് തുടങ്ങിയതെങ്കിലും അന്ന് ഈ ഇത്രമാത്രം ജാതിപരമായ വിവേചനം ഉള്ള കാലത്തും അതൊന്നും പരിഗണിക്കാതെ നാനാജാതി മതസ്ഥരെ ഉയർന്നവനും താഴവനെന്നൊന്നും നോക്കാതെ തന്നെ ഈ വിദ്യാലയത്തിൽ അഡ്മിഷൻ കൊടുത്ത് അന്ന് മുതലേ പഠിപ്പിച്ചു വന്നു എന്ന വലിയൊരു കാഴ്ചപ്പാട് കൂടി ഇതിൻ്റെ ഈ തയ്യാറാക്കിയ ആളുകൾക്കുണ്ടായിരുന്നു. ആ ഒരു മനോഭാവം നിലനിർത്തിക്കൊണ്ടാണ് ആ വിദ്യാലയം ഇപ്പോഴും വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി തൊട്ടടുത്തൊരു ഹൈസ്കൂൾ തുടക്കണം എന്ന് ആരംഭിച്ച് അതിന്റെ ചർച്ചകളെല്ലാം തുടങ്ങിയപ്പോൾ ആ ഹൈസ്കൂൾ തുടക്കം കുറിച്ചത് ഇവിടുത്തെ ഈ വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു വർഷം ഇവിടെയാണ് ഹൈസ്കൂളിന്റെ പഠനം തുടങ്ങിയത്. അതിനുശേഷം മാത്രമാണ് തൊട്ടടുത്തുള്ള ശ്രീശ്വര ഹൈസ്കൂൾ പ്രവർത്തനം തുടങ്ങിയത്. 3 പതിറ്റാണ്ട് കാലമായി കലാമത്സരങ്ങളിൽ ചെർപ്പളശ്ശേരി സബ് ജില്ലയിൽ വിജയകിരീടം കരസ്ഥമാക്കാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ശാസ്ത്രമേള, ഗണിതമേള, പ്രവൃത്തി പരിചയമേള, കായികമേള എന്നീ മത്സരങ്ങളിൽ ജില്ലയിലും സബ് ജില്ലയിലും മികച്ച വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ LSS പോലുള്ള പൊതുപരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വിജയികളെ സമ്മാനിച്ച വിദ്യാലയങ്ങളിലൊന്നാണ് ഇത്. സ്കൂളിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതികൾ മുന്നോട്ട് എന്ന പേരിൽ സ്കൂളിൽ നടപ്പിലാക്കി വരുന്നു. 25-ന് വൈകിട്ട് 3:30 പുതിയതായി നിർമ്മിച്ച കെട്ടിടം വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP വാർഷികം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടക്കും. 125 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് ഉണ്ടായ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വിദ്യാർത്ഥികളെല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനാണ് ആദ്യമായിട്ട് ശ്രമിക്കുന്നത്. ഒരു ഡാറ്റ കളക്ഷൻ എന്നുള്ള രീതിയിൽ അതിന് ചെയ്യാനും. ഇപ്പം നിലവിൽ ഇതുവരെ നമ്മുടെ വിദ്യാലയത്തിൽ 98 വയസ്സായിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി അവരുടെ ഒരു ബാച്ച് നിലവിൽ അവരെ കണ്ടെത്തിയിട്ട് സ്കൂളിനോട് ബന്ധപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ള വളരെ മുതിർന്ന ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ഞങ്ങൾ ഈ വരും ഒരു വർഷത്തെ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് ഈ വാർഷികത്തിന് തുടങ്ങി അടുത്ത വാർഷികത്തിന് 126ാം വർഷത്തിലേക്ക് വാർഷികത്തിൽ അവസാനിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്.